നർത്തകിയാണ് ഗോപിക. പ്ലീസ് വെൽക്കം. യെസ് യെസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചുമയുള്ളവരുണ്ടോ ഈ കൂട്ടത്തില്? ആരാ ഉള്ളേ? അതേ ഉള്ളോ? അപ്പൊ ജനം ടിവിയുടെ ഈ സമ്മാനം ഉപകാരപ്പെടൂ കേട്ടോ. കുടിക്കണേ. തലസ്ഥാനത്തെ പെമ്പിള്ളേര് വേറെ വൈബാണ് കേട്ടോ. ട്രിവാൻഡ്രം അല്ലേ? ട്രിവാൻഡ്രോ? നമ്മളെല്ലാം ട്രിവാൻഡ്രോ ആണ്, പക്ഷെ ഞാൻ കൊല്ലം കേട്ടോ. നമുക്ക് ഫ്രണ്ട്സാണ് ട്രിവാൻഡ്രം. നമ്മുടെ ഫ്രണ്ട്സ് ആണ്, അയൽക്കാരാണ്. യെസ്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഗായ്സ്. മിടിക്ക കുട്ടികളെ, ബൈ 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 ബൈ. നമുക്കിനി അടുത്ത കലാകാരന്മാരോട് വെയിറ്റിംഗ് ആണ്. കാണണം കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. ശരി ശരി ശരി. യെസ്. ഇനി നമുക്ക് ഈ ചവിട്ട് നാടകവും ഒന്ന് തകർക്കണ്ടേ? ചവിട്ട് നാടകം തകർക്കാം. അമ്മലേ, നമ്മൾ ആരെ അടുത്ത് വിളിക്കുന്നേ? എന്താ, ചെണ്ടമേളാണോ? യെസ്. ചവിട്ട് നാടകം ചവിട്ടി പൊളിച്ച് ഈ മണ്ണിലെടുത്ത ചെണ്ടമേളം, തായമ്പക മേളം എല്ലാം മുഴങ്ങാൻ പോവുകയാണ്. വന്നോളൂ വന്നോളൂ വന്നോളൂ. വാ, ഓടി വാ. പേരെന്താ? ആദിത്യൻ. ആദിത്യൻ. എത്ര വർഷമായിട്ട് ഇത് അഭ്യസിക്കുന്നു? 12. 12 വർഷം. എത്ര വയസ്സുണ്ട് ഇപ്പോ? ഇപ്പം 17. 12. അപ്പൊ 5 വയസ്സ് കേട്ടോ. ഓ മൈ ഗോഡ്. 5 വയസ്സിൽ ഇതൊക്കെ എടുത്ത് പൊക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നോ? എനിക്കിപ്പോഴും ഇല്ല കേട്ടോ. അപ്പൊ എല്ലാവരും റൗണ്ടായിട്ട് നിൽക്കാം. നമുക്ക് പെട്ടെന്ന് എല്ലാവരും പരിചയപ്പെട്ടാലോ? മോനെ പേരെന്താ? കൃഷ്ണ. എത്രാം ക്ലാസ്സിലാ? +1. നിശാൽ +1. വിദുരാജ് +1. പരിചയപ്പെട്ടു. കാർത്തിക് +1. അനുഗ്രഹ് +1. അപ്പൊ ഈ 17 വയസ്സുള്ള നമ്മുടെ കുറച്ചുകൂടി ബാക്കിലോട്ട് നിന്നാലോ നമുക്ക്? ഗോപിക വരുന്നോ 2 സ്റ്റെപ്പ് വെക്കാൻ? ഗോപിക അഞ്ജനൊക്കെ വരുന്നുണ്ടോ? നമുക്ക് ഈ ചെണ്ടമേളത്തിനോടൊപ്പം 2 സ്റ്റെപ്പ് കൂടി വെച്ചാലോ? മക്കളെ, നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നേ? ചെറുകുന്ന് ജില്ല കണ്ണൂർ. ഓക്കെ. കണ്ണൂരിൻ്റെ മടിത്തട്ടിൽ നിന്നും ഇതാ 17 വയസ്സുള്ള നമ്മുടെ സ്വന്തം പയ്യന്മാരുടെ അടിപൊളി ചെണ്ടമേളം. അനഘ ഹർഷൻ, പ്ലീസ് ജോയിൻ. യെസ്, തുടങ്ങിക്കോ. അമ്മേ, എന്ത് നന്നായിട്ടാ ചെയ്തേ. എനിക്കിങ്ങനെ കൂടെ തുള്ളാൻ തോന്നുമായിരുന്നു. ഇതല്ലാതെ വേറെന്തെങ്കിലും നമുക്ക് ചെയ്താലോ? വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഐ മീൻ സിനിമാറ്റിക് എന്തെങ്കിലും ഇതിൽ പരീക്ഷിക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചാണ് കേട്ടോ. എന്തായാലും നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സുഖമാണോന്നോ? എന്നോടോ? എനിക്ക് സുഖം. മോന് സുഖമാണോ? സുഖം. ഓക്കെ. കണ്ണൂരൊക്കെ എന്തുണ്ട്? കണ്ണൂരാണോ തൃശ്ശൂരാണോ ഇഷ്ടപ്പെട്ടെ? കണ്ണൂരാണോ ഇഷ്ടപ്പെട്ടെ? അതെന്താ കണ്ണൂർ ഇഷ്ടപ്പെടാൻ കാരണം? നമ്മളെ നാടല്ലേ? നമ്മളെ നാടാണ്. ഓക്കെ. അപ്പോൾ ഈ കണ്ണൂർ ബോയ്സിനും നമുക്ക് സമ്മാനം കൊടുക്കണം. ഈ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും കലാരൂപം പ്രകടിപ്പിക്കുന്ന, പാട്ട് പാടുന്നതോ ഡാൻസ് കളിക്കുന്നതോ ആരെങ്കിലും ഉണ്ടോ? നിന്നെ കണ്ടിട്ട് പാട്ട് പാടും തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, ആരും പാട്ട് പാടൂല. ശരി, എന്നാ പിന്നെ നമുക്ക് ഇവർക്കുള്ള സമ്മാനം എടുക്കാം. ഗോപികെ, അതെ, ചുമയൊക്കെ ഉണ്ടോ? വെയിലല്ലേ, ഭയങ്കര വെയിലല്ലേ? ഏത് കാലാവസ്ഥ ഏറ്റവും ഇഷ്ടം? ചെറിയൊരു മഴ. ഓക്കെ. മഴ പെയ്യുമ്പോഴാണ് ഇതെന്താ? ഇലത്താളം. മഴ പെയ്യുമ്പോൾ ഇലത്താളം കൊട്ടാൻ തോന്നാറുണ്ടോ? അപ്പൊ ഈ സമ്മാനം മേടിച്ചോ കേട്ടോ. കൂടുതൽ കൂടുതൽ ഊർജ്ജത്തോടെ, കൂടുതൽ കൂടുതൽ ആവേശത്തോടെ ഒക്കെ ഇങ്ങനെ ചെണ്ടയും തായമ്പകവും ഇലത്താളവും ഒക്കെ കൊട്ടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് നമുക്ക് മറ്റു കലാകാരന്മാരെ കൂടി പരിചയപ്പെടണമല്ലോ അല്ലേ? താങ്ക് യു സോ മച്ച് ഗൈസ്.
സ്വീറ്റ് 17 ബോയ്സ്. ബൈ. താങ്ക് യു. നെക്സ്റ്റ് അടുത്ത് നോക്കട്ടെ, അടുത്ത് എന്താണെന്ന്. ഇവിടെ ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളും ഒക്കെ. യെസ്, നമ്മൾ നേരത്തെ ഒരു തട്ടുപൊളിപ്പൻ ചവിട്ട് നാടകം കണ്ടു. ഇനി ഈ ചവിട്ട് നാടകം കൂടി കണ്ടു നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ആരായി വരുന്നത്? യെസ്, പേരെന്താ? അഭിനന്ദ്. യെസ്, പ്ലീസ് റൗണ്ട് അപ്പ് ചെയ്ത് നിന്നാലോ. അഭിനന്ദൻ ടീമിന്റെ അടിപൊളി ചവിട്ട് നാടകം ആയിരിക്കും. അഭിനന്ദേ, നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാ? ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ കറ്റോട് തിരുവല്ലയിൽ നിന്ന്. ഓക്കെ, പേര് പെട്ടെന്ന് പറഞ്ഞു പോയാലോ. ഇതെല്ലാം ആൺകുട്ടികളാണോ പെൺകുട്ടികളും ഉണ്ടല്ലേ? യെസ്, എനിക്ക് ഓക്കെ. നേരത്തെ പെൺകുട്ടികളുടെ മാത്രം പട്ടത്തുനിന്ന് ഒരു അടിപൊളി പെർഫോമൻസ് ചവിട്ട് നാടകം കണ്ടിരുന്നു. അപ്പം നിങ്ങളുടെയും കൂടി കണ്ടു നോക്കാം. പേര് പെട്ടെന്ന് പറഞ്ഞോ. ഫെബിൻ. ക്ലാസ് 12th. എല്ലാവരും പേരും ക്ലാസ്സും പറയണേ. ആൽവിൻ +2. ശ്രേയ +2. ഓക്കെ, ഒരു പെൺകുട്ടിയെ കിട്ടി. ആൽവിൻ +2. അഭിനന്ദ് +2. അഭിനന്ദു +2. റിച്ചു +2. അനീറ്റ +2. അഭിഷേക് +2. അഭിരാം +2. യെസ്, ഇതാണോ ഇതിലെ നായകൻ? വില്ലനാ. അയ്യോ, വില്ലനാണോ? സോറി, മാറിപ്പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പത്തനംതിട്ടക്കാരുടെ അടിപൊളി ചവിട്ട് നാടകം കാണാം. യെസ്, പ്ലീസ്. നിധിമാനായി വണ മാറിയോസേ പിന്തൃപാദം കുമ്പിട്ട് വണങ്ങിടുന്നിതാ ഞങ്ങളൊന്നായി കുമ്പിട്ട് വണങ്ങിടുന്നിതാ ഞങ്ങളൊന്നായി ഗോത്രപീതാക്കളുടെ പ്രകാശമായി വണ ദൈവമാതാവിൻ നന്ദാവേ നീ പാലകനേ ദൈവമാതാവിൻ ഭർത്താവേ നീ പാലകനേ ദൈവമാതാവിൻ ഭർത്താവേ നീ പാലകനേ ദൈവമാതാവിൻ ഭർത്താവേ നീ പാലകനേ താം തീരത്താം തകര തീരിത്താ തിങ്ങത്തം അതിന്തകത്തം ക്ഷമയുടെ ദർപ്പണമേ രോഗികൾക്കാശ്രയമേ ഭൂലോക ദോഷങ്ങൾ നീക്കും മഹധീരനേ ഭൂലോക നീക്കും മഹധീരനേ ബ്രഹ്മചാര്യത്വത്തിന്റെ മാതൃകയായി മേവും നരകത്തെ ജയിച്ച മധ്യസ്ഥ മാറിയൗസേപ്പേ നരകത്തെ ജയിച്ച മധ്യസ്ഥ മാറിയൗസേപ്പേ നരകത്തെ ജയിച്ച മധ്യസ്ഥ മാറിയൗസേപ്പേ നരകത്തെ ജയിച്ച മധ്യസ്ഥ മാറിയൗസേപ്പേ താം തീരത്താം തകര തീരിത്താം അതിന്തകത്തം. യെസ്, എൻ്റെ പൊന്നെ ഇവിടെ ഫുള്ള് പൊടി പടലങ്ങളാട്ടോ. ചവിട്ടി എല്ലാം മെതിച്ചു. അടിപൊളി പെർഫോമൻസ്. റിസൾട്ട് വന്നില്ലല്ലോ. നമുക്ക് ഇവർക്കും ഒരു അടിപൊളി സമ്മാനം കൊടുത്താലോ? യെസ്, അപ്പോൾ എങ്ങനെയുണ്ട് തൃശ്ശൂര്? ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ തൃശ്ശൂര്? യെസ്, ഇനി നമുക്ക് എന്താ ചോദിക്കാനുള്ളത് ഇപ്പോൾ? തൃശ്ശൂരാണോ കണ്ണൂരാണോ ഇഷ്ടപ്പെടാൻ കാരണം? ഇഷ്ടപ്പെടാൻ എന്താ കാരണം? കണ്ണൂരാണ് ഇഷ്ടം. ശരി. യെസ്, നമുക്ക് ഇനി ഒരുപാട് പേര് കാത്തിരിക്കുക. നിങ്ങളുടെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. നമുക്കിനി ഒരു മോണോ ആക്ട് കാണാം കേട്ടോ. യെസ്, താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്. യെസ്, മോണോ ആക്ട് ചെയ്യാൻ ഒരു മിടുക്കം വരുന്നുണ്ട്. പേര് ചോദിക്കാം. പേരെന്താ? നകുൽ. എവിടുന്നാ? ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. വീണ്ടും ഒരു തലസ്ഥാനക്കാരൻ. മോണോ ആക്ട് ആദ്യമായിട്ട് ചെയ്യുവാണോ? ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? 5 തൊട്ട് ചെയ്യാറുണ്ട്. 5ാം ക്ലാസ്. ഏത് സ്കൂളാ മോനെ? ഞാൻ മിത്രമല പോയി. മിത്രമലയാണ്. ശരി, നമുക്ക് പെർഫോമൻസ് കാണാം. ഓക്കെ. ആഹാ, കൊച്ച സുന്ദരിയാണല്ല.
ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതായിരിക്കും അല്ലേ? കൊച്ചാഘോഷിച്ചോ? ആഘോഷിച്ചോ? പക്ഷെ നിന്റെ ഭർത്താവിനെ എടുക്ക. ചൊല്ലടാ, കലിമ ചൊല്ലാൻ ചൊല്ലടാ. ആ മോളെ, ഒരുപാട് സ്വപ്നങ്ങളോടെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളെ, ഓടി രക്ഷപ്പെട്ടോ? എന്നെ നോക്കണ്ട. ഈ ചെകുത്താന്മാരുടെ ഇടയിൽ നിന്ന് എനിക്കൊരു മോചനം ഉണ്ടാകില്ല. ഓടി രക്ഷപ്പെട്ടോ? ഇല്ല. എന്റെ ജീവനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് എനിക്ക് രക്ഷപ്പെടണ്ട. എന്നെയും കൊല്ലേ. നിന്നെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? നീ പോയി നിന്റെ രക്ഷകനോട് പറയേ, ഞങ്ങളോട് കളിച്ചാൽ ദേ ഇങ്ങനെ ഇരിക്കുമെന്ന്. മനു, എണിക്കടാ മനു. മനു, എന്റെ നെറ്റിയിലെ സിന്ദൂരം മാറ്റ നികൃഷ്ട ജന്മങ്ങളെ, എന്റെ കണ്ണീരിന് സത്യമുണ്ടെങ്കിൽ കരുതിയിരുന്നു. നിന്റെയൊക്കെ ഉന്മൂല നാശം വരുത്തുവാൻ വേണ്ടി ഭാരത മണ്ണിനെ പൊണ്ണുപോലെ കാക്കുന്ന ധീര ജവാന്മാരുണ്ട്. എന്റെ നെറ്റിയിലെ സിന്ദൂരത്തിന്റെ വില നിന്റെയൊക്കെ ചോര കൊണ്ട് കണക്ക് തീർക്കും ഇന്ത്യൻ പട്ടാളം. കാരണം ഇത് ഇന്ത്യൻ മണ്ണാ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരക്തത്തിന് നടുവിൽ ഒരു പെൺകുട്ടി അനാഥം കണക്കെ പ്രിയപ്പെട്ടവന് ചാരി മൗനമായിരിക്കുന്ന ചിത്രം ഒരിക്കൽ കൂടി കാണാൻ നമുക്കാവില്ല. ആ 29 പേരുടെയും ജീവത്യാഗത്തിന് കാരണക്കാരായ ചെകുത്താന്മാർക്ക് സ്വപ്നത്തിൽ പോലും മാപ്പ് എന്ന വാക്ക് മിണ്ടാനാവുമോ? പൊറുക്കാനാവുമോ? ഒത്തൊരുമയുടെ നാടായ നമ്മുടെ രാജ്യത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാവരും ഒന്നാണെന്ന് ഉറച്ചു വിളിക്കുന്ന നമ്മുടെ രാജ്യത്ത് നമ്മളെ ഭിന്നിപ്പിക്കുക എന്നത് അസാധ്യം മാത്രം. യെസ്, നകുലിനെ ഏതോ ഒരു പ്രമുഖ സംവിധായകൻ വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ആരാ വിളിച്ചേ? എന്തിനാ വിളിച്ചേ? ഇങ്ങോട്ടേക്കാം വാ. സത്യനന്ദിക്കാടാണോ വിളിച്ചേ? എന്തിനാ വിളിച്ചേ? അത് എൻ്റെ മോണാക്ട് കണ്ടിട്ട് പെരുത്ത് ഇഷ്ടമായി. എന്താ പറഞ്ഞേ സത്യനന്ദിക്കാടെങ്കിൽ? നല്ലപോലെ ചെയ്യുന്നുണ്ട്, പിന്നെ ഭാവിയിൽ നല്ല താരാവാന്നൊക്കെ പറഞ്ഞു. സിനിമാ താരം ആവുന്നാണോ ആഗ്രഹമുണ്ടോ? സിനിമ നടനാകാൻ ഉണ്ട്. അപ്പം ഭാവിയിലൊരു സിനിമാ നടൻ കൂടിയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ പറയുമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തോ. ചുമ്മാതാണോ സത്യനന്ദിക്കാടൊക്കെ വിളിച്ചത്? എന്തായാലും ഭാവിയിലെ ആ ഒരു സിനിമ നടന്ന എല്ലാവിധ ആശംസകളും നേരുവാണ്. ശരി നകുൽ, താങ്ക് യു. ഇനി നമ്മൾ എന്താ പറയുക, ഒരു ഒന്നാം തരം മോണോ ആക്ട് കണ്ടില്ലേ? ഇനിയൊരു പരിചയമുട്ടായാലോ? അതും പാലക്കാട് നിന്ന് വന്നാൽ എങ്ങനെ ഇരിക്കും? ആവേശം ഒട്ടും ചോടുന്നില്ല. പാലക്കാട്ടുകാരെ ഇതിലേ വരൂ വരൂ. പരിചയമുട്ടാണ്, മീശയൊക്കെ വരച്ച്. യെസ്, ഏത് സ്കൂളാ മോനെ? ഗുരുകുലം. ഗുരുകുലം, BSS ഗുരുകുലം, പാലക്കാട്. ആലത്തൂർ. നമുക്കൊരു റിപ്പോർട്ടർ ഉണ്ട് ആലത്തൂർ, അരുൺ ആലത്തൂർ. ഇത് ആദ്യമായിട്ടാണോ പെർഫോം ചെയ്യുന്നത്? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? ഞങ്ങളുടെ സ്കൂൾ ഇപ്പോൾ 10 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് സംസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 പേരുണ്ട്. അവർ 2ാമത്തെ കൊല്ലം, ഞങ്ങൾ ഫസ്റ്റ്. അതായത് നിങ്ങളിങ്ങനെ തലമുറ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ അരങ്ങിൽ പാലക്കാട് ഗുരുകുലം സ്കൂളിൽ നിന്ന് സ്ഥിരമായി സാന്നിധ്യമാണ്. യെസ്, നമുക്ക് എന്നാലും ഇത്രയും വർഷമായിട്ട് വരുന്നതല്ലേ, ഈ പാലക്കാടിൻ്റെ ആ ഒരു പരിചയമുട്ടൊന്ന് കണ്ടാലോ? യെസ് പ്ലീസ്. റെഡി 3 4 ഞങ്ങള് സഭയിലിറങ്ങി സ്തുതിച്ച് പണങ്ങി കളിക്കുന്നേ, അടിച്ചു പണങ്ങി കളിക്കുന്നേരം ഗുരുക്കന്മാരെ തുണിക്കണ്ണേ. ഒരു നാളിൽ പതിര കോഴിക്കൂവിയ നേരത്ത് ആകാശം തെളിഞ്ഞു നിന്നൊരു താരകം കണ്ടെത്തി. പതിര കോഴിക്കൂവി മെല്ലെ പതിര പൂങ്കാറ്റേ, കളിത്തൊഴുത്തിൽ പിറന്ന മണ്ണിന്റെ രക്ഷകണ്ണീശോ. അതിന്താ അതിന്താ തത്തെടുത്തിന്തോ തത്തെടുത്തിന്തോ താം തീയെ തക്ക തക്ക തരികിട തായ്ന്താ തരികിടത്തിന്താ തൈത്തതിന്താ തൈതക്കത്തിന്താ
ആ കൊക്കെല്ലാം പറന്നു പോയി പുഞ്ചപ്പാടം തന്നിൽ പിന്നെ കൊത്തിട്ടും പെറുക്കിട്ടും തിന്നുന്ന കൊക്കേകുന്നവരെ ആ വലിയൊരു മരത്തിന്മേൽ ചെറിയൊരു ശാഖയിൽ വലുപ്പത്തിൽ കൂടുമ്പോ ചിരിക്കും കൊക്കേകുന്നവരെ തകതാരികിട തായ്താതരികിടത്തിൻ താത്തൈത്തത്തിൻ താത്തൈതൊക്കെ തിന്താ ആ വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനാമേശുവിനെ വാഴ്ത്തിടുന്നീതാ അയിന്താ ആ കുരിശെടുത്ത് മലമുകളിൽ നടന്നു പോയോനെ നിത്യജീവിക്കുന്നതിനെ ഞങ്ങൾ വാഴ്ത്തിടുന്നീതാ അയിന്താ ആ മരിച്ചു കയറുന്ന 3-ാം നാളിൽ കാണപ്പെട്ടവനെ മനുഷ്യ ജന്മം എടുത്ത് നിന്നെ വാഴ്ത്തിടുന്നീതാ അയിന്താ ആ വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനാമേശുവിനെ വാഴ്ത്തിടുന്നീതാ അയിത്താ എന്താ അമ്മേ സ്റ്റെപ്പായിട്ട് ദൈവത്തെ വിളിച്ചു പോയി. എത്ര നന്നായിട്ടാണ് കളിക്കുന്നത്. എത്ര ഇവരുടെയൊക്കെ മെയ് വഴക്കത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നത്. എത്ര നാള് പ്രാക്ടീസ് ചെയ്തു. നമുക്കൊരു കയ്യടി കൊടുക്കണ്ടേ ഇവർക്ക്. ഈ ഓഡിയൻസ് ഒക്കെ ഒന്ന് നല്ല കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേ. കയ്യടിയാണ് കേട്ടോ ഏറ്റവും വലിയ അംഗീകാരം. യെസ്, നിങ്ങൾ എത്ര നാളായി ഇതിനു വേണ്ടി തയ്യാറെടുത്തു? 8 മാസം. 8 മാസം. ക്ലാസ് ഒക്കെ കട്ടായോ? അല്ല, ഞങ്ങൾ വൈകുന്നേരം പ്രാക്ടീസിന് വരും. ശരി ശരി ശരി. ഓക്കെ, അവരുടെ നല്ല ആയിക്കുന്നുണ്ട്. നന്നായിട്ട് പോയി വെള്ളം കുടിക്കട്ടോ. വളരെയധികം നന്ദി. എല്ലാവരും ദൈവം കണിഞ്ഞ് അനുഗ്രഹിച്ച കലാകാരന്മാർ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. യെസ്, അങ്ങനെ എന്താ പറയുന്നത്, ഫുള്ള് കലാമാമം. ഇത് കണ്ടിട്ട് ഞാൻ ടയേർഡ് ആവുന്നു, പക്ഷേ ഈ കലാകാരന്മാരും ടയേർഡ് ആവുന്നില്ല. ഇനി നമുക്ക് ഒരു കുച്ചിപ്പുടിക്കാരി ഇങ്ങോട്ട് വിളിക്കാം. കൊല്ലംകാരിയാണ് കേട്ടോ. അക്ഷത പ്ലീസ്. കൊല്ലത്തെ സുന്ദരി. എന്തോ അയ്യോ, എന്ത് സ്വീറ്റ് വോയിസ് ആണ്. എത്ര നാളായിട്ട് ഡാൻസ് പഠിക്കുന്നു? ഞാൻ 10 കൊല്ലമായി. 10 കൊല്ലമായി. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ എനിക്ക് 17 വയസ്സുണ്ട്. ഓക്കെ, 7ാം ക്ലാസ് മുതൽ. അപ്പോൾ ഏത് സ്കൂളാ മോളെ? ഞാൻ കൊല്ലം ക്രിസ്തുരാജ് HSS. ക്രിസ്തുരാജ് HSS. യെസ്. അപ്പോൾ നമുക്ക് ആ മനോഹരമായ നൃത്തം കാണാം. ഓക്കെ. സ്മിതലളിത കപോലം സ്നിഗ്ധ സംഗീതലോലം ലളിത ചിഗുര ജാലം ചൗര്യ ചാതുര്യ ലീലം ശതമകരിപുകാലം ശതകുംഭാവ ചേലം കുവലയദള നീലം നൗമി ഗോപാല ബാലം ബാലം നന്ദനന്ദന ഗോപാല ಜಣ್ಣು ತತ್ತಣ್ಣ ತೆಣ್ಣತ್ತ ಜಣ್ಣು ತಾಂಗಿರದ ತೆರೆಗಿರದ ದಿಂ ತತ್ತಣ್ಣ ತೆಣ್ಣತ್ತ ಜಣ್ಣು ತತ್ತಣ್ಣ ತೆಣ್ಣತ್ತ ಜಣ್ಣು ತತ್ತಣ್ಣ ತೆಣ್ಣತ್ತ ಜಣ್ಣು ತಾಂಗಿರದ ತೆರೆಗಿರದ ದಿಂ ತತ್ತಣ್ಣ ತೆಣ್ಣತ್ತ ಜಣ್ಣು ತಾಂಗಿರದ ತೆರೆಗಿರದ ದಿಂ ತತ್ತಣ್ಣ ತೆಣ್ಣತ್ತ ಜಣ್ಣು ತಾಂಗಿರದ ತೆರೆಗಿರದ ದಿಂದ ತೆರೆಗಿರದು ತೆರೆಗಿರದು ತತ್ ದಿಂ ಗಿಣತುಂ ತೆರೆಗಿರದು ತೆರೆಗಿರದು ತತ್ ದಿಂ ಗಿಣತುಂ ತತ್ ದಿಂ ಗಿಣತುಂ ತತ್ ದಿಂ ಗಿಣತುಂ ತತ್ ದಿಂ ಗಿಣತುಂ ತಾಂ ತತ್ ದಿಂ ಗಿಣತುಂ ತತ್ ದಿಂ ಗಿಣತುಂ ತಾಂ ತತ್ ದಿಂ ಗಿಣತುಂ ತತ್ ದಿಂ ಗಿಣತುಂ ತಾಂ ತತ್ ದಿಂ ಗಿಣತುಂ 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 ತತ್ತರದುಂ ತತ್ತರದುಂ ತತ್ತಿ ತತ್ತರದುಂ 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 ತತ್ತಿ ತತ್ತರದುಂ 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 ತತ್ತಿ ತತ್ತರದುಂ നന്ദനന്ദന ഗോപാല
ജയ നവനീത ചോര ഗോപാല കൈ എത്തുന്നിടത്ത് കണ്ണെത്തണം, കണ്ണെത്തുന്നിടത്ത് കാലെത്തണം. എങ്ങനെ മോളെ ഇതൊക്കെ സാധിക്കുന്നത്? കുറേ പ്രാക്ടീസ് ചെയ്ത്. കൊല്ലംകാരിയാ, അഭിമാനം കേട്ടോ എനിക്ക്. ഞാനൊരു കൊല്ലംകാരിയാണ്, പക്ഷെ ഇത്ര കഴിവൊന്നും എനിക്കില്ല. ഞാനിങ്ങനെ മൊത്തത്തിൽ ആ ബ്യൂട്ടി, ആ ഡ്രസ് കോമ്പിനേഷനൊക്കെ നോക്കുമായിരുന്നു. നല്ല ഡ്രസ്സ്, നല്ല കളർ കോമ്പിനേഷൻ. ആരാ ചൂസ് ചെയ്തേ? എൻ്റെ മാഷ് തന്നെയാണ്. മാഷ് താമരശ്ശേരിയാണ്. മാഷിൻ്റെ പേര് ഡോക്ടർ സജേഷ് എസ് നായർ. സജേഷ് മാഷിന് നല്ല ഡ്രസ് സെൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് മോളെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഭാവിയിലെ നർത്തകി തന്നെ. യെസ്, താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ഫുൾ കലാമാമ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് കണ്ട് എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒരുപാട്